പ്രൈസ് ദി ലോർഡ്. വേദവചന ധ്യാനത്തിനായി യോബിൻ്റെ പുസ്തകം 39 അധ്യായം 10, 11, 12 തിരുവചനം വായിക്കാം നമുക്ക്. കാട്ടുപോത്തിനെ നിനക്ക് കയറിട്ട് ഉഴവിന് കൊണ്ടുപോകുമോ? അത് നിൻ്റെ പിന്നാലെ നിലം നിരത്തുമോ? അതിൻ്റെ ശക്തി വലുതാകയാൽ നീ അതിനെ വിശ്വസിക്കുമോ? നിൻ്റെ വേല നീ അതിന് പരമേൽപ്പിച്ചു കൊടുക്കുമോ? അതു നിൻ്റെ വിത്ത് കൊണ്ടുവരുമെന്നും നിൻ്റെ കലപ്പുരയിൽ കൂട്ടുമെന്നും നീ വിശ്വസിക്കുമോ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു കാട്ടുപോത്തിനെ കുറിച്ചാണ്. യോബിനോട് ദൈവം പറയുന്ന കാര്യങ്ങളാണിത്. ഒരു കാട്ടുപോത്തിൻ്റെ സ്വഭാവ രീതികൾ, അതിൻ്റെ ബലം, അതിൻ്റെ ശക്തി, അതിൻ്റെ കഴിവുകൾ എല്ലാറ്റിനെയും കുറിച്ച് ദൈവം യോബിനോട് പറയുമ്പോൾ തന്നെ കാട്ടുപോത്തിനെ കൊണ്ട് ഉഴവിന് കൊണ്ടുപോകുമോ? അത് നിൻ്റെ പിന്നാലെ നിലം നിരത്തുമോ? കാട്ടുപോത്ത് കൃഷിഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയത്തില്ല. അതിനെ കൊണ്ട് ഉഴുവാനും കട്ടകളെ നിരത്തുവാനും കട്ട പൊട്ടിച്ച് ആ കൃഷിഭൂമി പാകം ചെയ്യുവാനും കാട്ടുപോത്തിനെ കൊണ്ട് നമുക്ക് കഴിയില്ല. അതിന് ഒരു ജോലിയും അതിനെ നമുക്ക് എടുപ്പിക്കാൻ പറ്റില്ല എന്നാണ് ദൈവവചനം പറയുന്നു. ഇങ്ങനെ മൃഗത്തെക്കുറിച്ച് ദൈവം സംസാരിക്കുന്നത് എന്തിനാണ്? 1 കൊരിന്ത്യർ പുസ്തകത്തിൽ 9 അധ്യായത്തിൻ്റെ 9 തിരുവചനം ഇപ്രകാരം പറയുന്നു: മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കുട്ട കെട്ടരുത് എന്ന് മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവം കാളയ്ക്ക് വേണ്ടിയോ ചിന്തിക്കുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കുട്ട കെട്ടരുതെന്ന് മോശയുടെ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നുവല്ലോ എന്ന് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 9 അധ്യായത്തിൻ്റെ 9 തിരുവചനത്തിൽ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് എന്നാണ്. കാളേനെ അതിനെ പുല്ലൊക്കെ തിന്നരുത് എന്ന് വെച്ച് അതിന് ജോലി എടുപ്പിക്കുന്ന സമയത്ത് അത് ഒന്നും തിന്നരുത് എന്ന് വെച്ച് മുഖക്കുട്ടം കെട്ടുന്നത് അത് യോഗ്യമല്ല എന്നാണ് ദൈവവചനം പറയുന്നത്. അത് ഒരു കാളയ്ക്ക് വേണ്ടിയോ ചിന്തിക്കുന്നത്? ദൈവം കാളയ്ക്ക് വേണ്ടിയിട്ടല്ല, മനുഷ്യന് വേണ്ടിയിട്ടാണ് ദൈവം ആ കാര്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവവേല ചെയ്യുന്നവർ ആ വേല നിമിത്തം അവർക്ക് അതിന് ഉപജീവനം കഴിക്കണം. ആ വേല ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം എന്ന് വെച്ചാൽ ദശാംശം, സ്തോത്ര വഴിപാട് ഉള്ള കാര്യങ്ങളെ കൊണ്ട് ദൈവദാസന്മാർ അവരുടെ ഉപജീവനം കഴിയണം എന്നാണ് ദൈവവചനം പറയുന്നത്. ഇങ്ങനെ ഓരോ മൃഗത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അത് മനുഷ്യരെയും അതിനെ ഉൾക്കൊള്ളിച്ചാണ് ദൈവം ഓരോ കാര്യങ്ങളെയും നമ്മുടെ വേദപുസ്തകത്തിൽ നമുക്ക് വായിക്കുമ്പോഴൊക്കെ ദൈവം അങ്ങനെ പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ ഈ കാട്ടുപോത്തിനെ കുറിച്ച് പറയുമ്പോൾ കാട്ടുപോത്തിൻ്റെ അതിൻ്റെ ശക്തി ഭയങ്കരമാണ്. എന്നാൽ അത് ഉഴവിന് നമുക്ക് കൊണ്ടുവരാൻ കഴിയുമോ? അതിനെ അത് നിൻ്റെ വിത്ത് കൊണ്ടുവരുമെന്നും നിൻ്റെ കളപ്പുരയിൽ കൂട്ടുമെന്നും നീ വിശ്വസിക്കുമോ? ഈ കാട്ടുപോത്തിൻ്റെ അതിൻ്റെ മുകളിൽ ഈ വിത്ത് കൂട്ടി വെച്ച് കെട്ടിക്കൊണ്ട് അത് കൊണ്ടുവരുവാൻ കഴിയുമോ എന്നാണ് കർത്താവ് ചോദിക്കുന്നത്.
എന്നാൽ കഴുതയുടെ പുറത്ത് ഒരു കോപ്പിട്ടുകൊണ്ട് അതിൻ്റെ മുകളിൽ കുറേ ഒരു ചാക്കായിട്ട് കെട്ടി അതിന് കൊണ്ടുവരുവാൻ കഴിയും. പോത്തിനെ കൊണ്ട് പറ്റത്തില്ല. ഈ പോത്ത് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഒരു ദൈവ ജനത്തെക്കുറിച്ചാണ് പോത്തിനെ ഇങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. സംഖ്യാപുസ്തകത്തിൻ്റെ 23-ാം അധ്യായത്തിൽ 22-ാമത്തെ തിരുവചനം വായിക്കുമ്പോൾ, ദൈവം അവരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുന്നു, കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. ദൈവം അവരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുന്നു, കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. ഇത് പറയുന്നത് ആരാണ്? ഇത് ബിലേയാമാണ് പറയുന്നത്. ബാലാക്ക് എന്ന ഒരു രാജാവ് ഈ ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ വേണ്ടിയിട്ട് ബിലേയാമിനെ കൂലിക്ക് വിളിക്കുമ്പോൾ, അവരെ ശപിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ ഈ ദൈവം അവരെ ദൈവം അവരെ ശപിക്കാനല്ല ബിലേയാമിനോട് പറയുന്നത്, ദൈവം അവരെ അനുഗ്രഹിക്കണമെന്നാണ് ദൈവം പറയുന്നത്. അപ്പം അവൻ്റെ ദർശനത്തിൽ ഇങ്ങനെ ഈ ദൈവജനത്തെക്കുറിച്ച് അവന് കാഴ്ച എങ്ങനെയാണ് കാണുന്നത്? ദൈവം അവരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുന്നു, കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. ഒരു കാട്ടുപോത്തിൻ്റെ അത്രം ദൈവജനത്തിന് പവർ, ശക്തി ഉണ്ട് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഈ യോബിനോട് ദൈവം പറയുമ്പോൾ, ഈ കാട്ടുപോത്തിനെ കൊണ്ട് ഒരു വേല നമുക്ക് ചെയ്യിപ്പിക്കാൻ കഴിയുമോ? അതിനൊക്കെ ഒരു പൊതി അതിൻ്റെ പുറയിൽ വെച്ച് കൊണ്ടുവരുവാൻ കഴിയുമോ? അതിനെ കൊണ്ട് കട്ട നിരത്താൻ കഴിയുമോ? അതിനെ കൊണ്ട് കൃഷിഭൂമി വിളവിന് കൊണ്ടുവരുവാൻ കഴിയുമോ? അങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്തിന്? ദൈവം ചോദിക്കുന്നത് ആ മൃഗത്തെക്കുറിച്ചല്ല അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത് ദൈവജനത്തെക്കുറിച്ചാണ്. ദൈവജനം ദൈവവേലയ്ക്ക് ഉപകാരപ്പെടുമോ? അവരെ കൊണ്ട് ദൈവവചനം മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളതായി തീരുമോ? അവർ ആ വിത്ത് ചുമന്നുകൊണ്ട് അനേകർക്ക് പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം അവർ അത് കളപ്പുരയിൽ കൊണ്ടുവരുമോ? കളപ്പുരയിൽ കൊണ്ടുവന്നത് അവിടെ വെച്ച് തന്നെ പ്രയോജനപ്പെടാത്ത രീതിയിലെ അവിടെ തന്നെ ആയിരിക്കേണ്ടതല്ല. അത് പ്രയോജനപ്പെടണം. അത് കൃഷിഭൂമിക്ക് ചെന്ന് അത് വിതയ്ക്കണം. വിതച്ചത് ചെടി കിളിർത്ത് വരണം, അതിൽ നിന്ന് ഫലം പുറപ്പെട്ട് വരണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ദൈവജനത്തെക്കുറിച്ചും ദൈവസഭയെക്കുറിച്ചും ദൈവം കുറേ കാര്യങ്ങളൊക്കെ ദൈവം ക്രമീകരണങ്ങൾ ഇങ്ങനെ നിയന്ത്രിച്ചിട്ടുണ്ട്. നമുക്ക് തുടർമാനമായിട്ട് ദൈവപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇങ്ങനെ കാട്ടുപോത്ത് വേല ചെയ്യാൻ അതിന് വിട്ടുകൊടുക്കത്തില്ല, അതിനെ ഏൽപ്പിച്ച് കൊടുക്കത്തില്ല. അത് ഇങ്ങനെ ഈ കാട്ടുപോത്തിനെ പോലാണ് നമ്മുടെ ഓരോ വിശ്വാസികളുടെയും സ്വഭാവം. അവരെ കൊണ്ട് എങ്ങനെ ദൈവവേല ചെയ്യിപ്പിക്കും, അവരെ കൊണ്ട് എങ്ങനെ ദൈവത്തിന് പ്രയോജനമുള്ളവരായിത്തീരും എന്നാണ് ദൈവം ചോദിക്കുന്നത്. നമുക്ക് കൊലോസ്യ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ദൈവം എന്താ ഉദ്ദേശിക്കുന്നത്. കൊലോസ്യ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 28-ാം തിരുവചനം വായിക്കുമ്പോൾ, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ എന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിനെ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തി ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. പൗലോസാണ് ഈ വചനം പറയുന്നത്. എങ്ങനെ? ഏതു മനുഷ്യനെയും
ക്രിസ്തുവിൽ തികഞ്ഞവനായി അവൻ അങ്ങനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കണമെങ്കിൽ അവൻ ചിലപ്പോൾ അത് കാട്ടുപോത്തിൻ്റെ സ്വഭാവം ഉള്ളതായിരിക്കാം ദൈവജനം, ഒന്നിനും പ്രയോജനപ്പെടാത്ത രീതിയിലായിരിക്കാം. എങ്കിൽ പോലും ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം വരുമ്പോൾ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെയും ഉപദേശിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ജ്ഞാനത്തിൻ്റെ ഉപദേശം കേൾക്കുമ്പോൾ ഏതു മനുഷ്യനും ഒരു പരിപൂർണതയിലേക്ക് കടന്നു വരും. ആ പരിപൂർണതയിലേക്ക് കടന്നു വരുമ്പോൾ അവർ ദൈവവേലയ്ക്ക് വേണ്ടി പ്രയോജനമുള്ളവരായി തീരും. അതിന് നമുക്ക് ഹഗ്ഗായിയുടെ പുസ്തകത്തിൽ നമുക്ക് വായിക്കാം ഒരു വാക്യം. ഹഗ്ഗായിയുടെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ തിരുവചനം. വിത്ത് ഇനിയും കലപ്പുരയിൽ കിടക്കുന്നുവോ? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒലിവുമരവും കായ്ക്കുന്നില്ലയോ? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. എന്ന് വെച്ചാൽ വിത്ത് ഇനിയും കലപ്പുരയിൽ കിടക്കുന്നുവോ? ഈ കാട്ടുപോത്തിന് തുല്യമായ മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനായി വരുമ്പോൾ അങ്ങനെയുള്ള ദൈവജനം വിത്ത് ചുമന്ന് കളപ്പുരയിൽ കൊണ്ടുവരും എന്നാണ് ദൈവജനം പറയുന്നത്. അപ്പം ഈ വിത്ത് ഇപ്പോഴും കളപ്പുരയിൽ തന്നെയാണോ? വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒലിവുമരവും കായ്ക്കുന്നില്ലയോ? അത് വിതച്ചാലല്ലേ അതിന് കായ്ക്കും. അത് ഇപ്പോഴും കളപ്പുരയിൽ ഇരുന്നു കൊണ്ടാൽ അത് എങ്ങനെ കായ്ക്കും? എങ്ങനെ അതിൻ്റെ ചെടികളും മരങ്ങളും വളരുവാൻ സാധിക്കും? കളപ്പുരയിൽ ഇരുന്നാൽ എങ്ങനെ അത് വരും? അപ്പോൾ അത് ആ വിത്ത് എടുത്തുകൊണ്ട് അതിൻ്റെതായ സ്ഥലങ്ങളിൽ അത് നട്ടുവെക്കണം. നട്ടുവെച്ചാലേ അതിൻ്റെതായ ചെടികളും മരങ്ങളും വള്ളിയും കൊമ്പുകളും ഇങ്ങനെ വളരുവാൻ ഇടയായിത്തീരും. അപ്പം അതിന് ദൈവജനം എന്തായിത്തീരണം? നാം അത് ചുമന്നുകൊണ്ട് ഞങ്ങൾ കണ്ണുനീരോട് വിതയ്ക്കുന്നവൻ ആർപ്പോട് കൊയ്യുമെന്നാണ് ദൈവജനം പറയുന്നു. നമുക്ക് വിതയ്ക്കണമെങ്കിൽ ഒരുപാട് ത്യാഗം സഹിക്കണം, ഒരുപാട് നമുക്ക് പ്രയാസപ്പെടണം, ഒരുപാട് പ്രയത്നിക്കണം, ഒരുപാട് അധ്വാനിക്കണം. എന്നാലേ ഈ വിത്ത് നാം കൃഷിഭൂമിയിലേക്ക് അല്ലെങ്കിൽ ദൈവസഭയിലേക്ക് അല്ലെങ്കിൽ രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ ദൈവവചനത്തെ അറിയാത്ത ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ ഈ വിത്ത് ചുമന്നുകൊണ്ട് നാം ഓരോരുത്തരും നമ്മുടെ ചുമടിൽ എടുക്കേണ്ടത് ഓരോരു വിശ്വാസിക്കും ഉത്തരവാദപ്പെട്ടതാണ്. എന്നാൽ ദൈവം പറയുന്നു, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്നു മുതൽ ദൈവം ഇങ്ങനെ അനുഗ്രഹിക്കും. ഇങ്ങനെ ക്രിസ്തുവിൻ്റെ സ്വഭാവം, ക്രിസ്തുവിൻ്റെ ഏത് മനുഷ്യനും ക്രിസ്തുവിൽ തികഞ്ഞവനായി വരുമ്പോൾ ദൈവം അവനെ അനുഗ്രഹിക്കും. അങ്ങനെ അനുഗ്രഹിക്കുന്ന ദൈവജനത്തിന് യോബേലിൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 22-ഉം 23-ഉം തിരുവചനം. വയലിലെ മൃഗങ്ങളെ ഭയപ്പെടേണ്ട, മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പച്ച വഹിക്കുന്നു, വൃക്ഷം ഫലം കായ്ക്കുന്നു, അത്തിവൃക്ഷവും മുന്തിരിവള്ളിയും അനുഭവപുഷ്ടി നൽകുന്നു. സിയോൺ മക്കളെ, ഘോഷിച്ച് ഉല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പിൻ. അവ തക്ക അളവായി നിങ്ങൾക്ക് മുൻമല തരുന്നു. അവൻ മുമ്പേ പോലെ നിങ്ങൾക്ക് മുൻമലയും പിന്മലയുമായ വർഷം ചെയ്യിച്ചു തരുന്നു. വയലിലെ മൃഗങ്ങളെ ഭയപ്പെടേണ്ട, മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പച്ച വയ്ക്കുന്നു, വൃക്ഷം ഫലം കായ്ക്കുന്നു. ഇത് എങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അത് മരുഭൂമിയിൽ എന്ന് വെച്ചാൽ ദൈവവചനം കേൾക്കാത്ത
വചനം കേൾക്കാത്ത ജനങ്ങളോട് നാം കൊണ്ട് ഈ വിത്ത് വിതയ്ക്കുമ്പോൾ അവരത് ഏറ്റെടുക്കും, അവരത് ദൈവവചനം സ്വീകരിക്കും, ദൈവത്തിൻ്റെ കരുതൽ അനുഭവിക്കും, ദൈവത്തിൻ്റെ രക്ഷയെക്കുറിച്ച് അവർക്കൊരു ബോധം വരും, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ പരിപാലനം എല്ലാം അവർ അനുഭവിക്കുമ്പോൾ ഇങ്ങനെയുള്ള അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു സവിശേഷതകൾ, ഫലത്തിൻ്റെ സവിശേഷത, മുന്തിരിവള്ളിയുടെ സവിശേഷത, അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ, ഫലം കായ്ക്കുന്ന അനുഭവങ്ങൾ, അങ്ങനെ അവരുടെ ഉള്ളിലുള്ള സന്തോഷവും ആനന്ദവും ദൈവത്തിനോടുള്ള ഒരു ആർപ്പ്, ദൈവത്തിന് വേണ്ടി നിൽക്കണമെന്നുള്ള ഒരു ആർപ്പ് അവർക്ക് ഉള്ളിൽ വരും. ഇതാണ് മരുഭൂമിയിൽ പുൽപ്പുറങ്ങൾ പച്ചവയ്ക്കുന്നു. മരുഭൂമിയിൽ വന്ന യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാത്ത ജനം, അതാണ് മരുഭൂമി. അവരോട് ഓരോ മക്കളും, ഓരോ വിശ്വാസിയും, ഓരോ ദൈവജനവും അവരോട് യേശു ക്രിസ്തുവിൻ്റെ വചനം പറയുമ്പോൾ അവിടെ എന്താണ് പച്ച വയ്ക്കുന്ന ഒരു മാനസാന്തരപ്പെട്ട് അവിടെ ദൈവരാജ്യത്തിൻ്റെ അവകാശം അവരുടെ ഉള്ളിലേക്ക് വരും, നിത്യതയെക്കുറിച്ചുള്ള ബോധം വരും. അപ്പം ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഒരു അറിവ് അവർക്ക് കിട്ടും. പച്ച വയ്ക്കുന്ന ഈ അനുഭവത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ഉത്തരവാദപ്പെട്ടവരാ. കാട്ടുപോത്തിനൊത്ത ബലമുണ്ടായിട്ട് കാര്യമില്ല, കാട്ടുപോത്തിനൊത്ത ശക്തി ഉണ്ടായിട്ട് കാര്യമില്ല. ദൈവം തന്നെ ചോദിക്കുന്നു, കാട്ടുപോത്തിനെ നിനക്ക് അതിന് വേലയ്ക്ക് നീ പരമേൽപ്പിക്കുമോ? അങ്ങനെ കാട്ടുപോത്തിനെ കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങൾ നാം കഴുതകളായിട്ട്, യേശു ക്രിസ്തുവിൻ്റെ കഴുതകളായിട്ട് തീരുമ്പോൾ നാം ചുമക്കുവാനും കഷ്ടം സഹിപ്പാനും നമുക്ക് കഴിയും. അങ്ങനെ നമ്മുടെ സ്വഭാവ രീതിയിലെ ഒരു താഴ്മ ധരിച്ചുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി പ്രയോജനമുള്ളവരായി തീരണമെന്നാണ് ദൈവവചനം പറയുന്നത്. ദൈവവചനം പറയുന്നത് പോലെ നമ്മെ ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുവാൻ തക്ക ഈ പ്രബോധനവും ഉപദേശവും നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകിയിരിക്കുന്നു. അത് നാം വിട്ടുകളയാതെ, അത് നശിച്ചു പോകാനിടയാതെ ആ വിത്ത് കളപ്പുരയിൽ ഇനിയും കിടക്കുന്നുവോ? ഹഗായി പുസ്തകത്തിൽ നാം വായിച്ചു, ഒരു ധനവാനായ ഒരു യജമാനൻ ഉണ്ടായിരുന്നു. അവൻ തൻ്റെ വേലക്കാരെ വിളിച്ചിട്ട് അവരോട് ഒരുവനെടുത്ത് 10 ദ്രഹ്മഫലം കൊടുത്തു, വേറൊരുത്തനോട് 5 ദ്രഹ്മഫലം കൊടുത്ത്, വേറൊരുത്തനോട് 2 ദ്രഹ്മഫലം കൊടുത്തു, വേറൊരുത്തനോട് 1 ദ്രഹ്മഫലം കൊടുത്തു. 10 കിട്ടിയവൻ അതുകൊണ്ട് വ്യാപാരം ചെയ്ത് വേറെ 10 നേടി. 5 കിട്ടിയവൻ അതുകൊണ്ട് വ്യാപാരം ചെയ്ത് വേറെ 5 നേടി. 2 കിട്ടിയവൻ വ്യാപാരം ചെയ്ത് അതുകൊണ്ട് വേറെ 2 നേടി. 1 കിട്ടിയവൻ കുഴിച്ചിട്ട്. നീ വിതയ്ക്കാതെ എടുത്ത് കൊയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിയുന്നു. അപ്പം യേശു എന്താ പറയുന്നു? അവനെ ശപിച്ചു. അവനെ ശപിക്കപ്പെട്ടവനെ, നീ എന്താണ് ഈ ഒരു ദ്രഹ്മഫലം നീ അത് പ്രയോജനപ്പെടുത്താതെ വെച്ചിരുന്നത് എന്ത്? നീ അത് ഒരു കാശുകടക്കാരൻ്റെ കയ്യിൽ കൊടുത്തിരുന്നെങ്കിൽ അവൻ അത് ഞാൻ പലിശയോടുകൂടി ഞാൻ അത് മേടിക്കുമായിരുന്നല്ലോ. നീ എന്തിനത് അങ്ങനെ ഒളിപ്പിച്ചു വെച്ചത് എന്ന് പറഞ്ഞതുപോലെ ഇത് കളപ്പുരയിൽ ഒളിച്ചു വയ്ക്കേണ്ടതല്ല ഈ ദൈവവചനം അത് അനേകർക്കത് പ്രയോജനപ്പെടണം. ഈ ദൈവവചനം അനേകരെ എത്തിച്ചേരണം. ആദ്യം നമുക്കൊരു വാഞ്ച വരണം, നമുക്കിത് ദൈവവചനത്തെ വായിക്കണം, നമുക്കത് ഗ്രഹിക്കണം. ദൈവവചനത്തിൻ്റെ ശക്തി, അതിൻ്റെ ആഴങ്ങൾ, അതിൻ്റെ വീര്യം നമുക്ക് മനസ്സിലാക്കണം.
നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, ഇതിൻ്റെ വില മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കാര്യമായിട്ട് ഗൗരവത്തോടു കൂടി ഇത് സ്വീകരിച്ചിട്ട് നാം അനുഭവിക്കുന്ന ഈ ആത്മസന്തോഷം അനേകർ കിട്ടാതെ വളരെ ദുഃഖത്തോട്, വളരെ ദുരിതങ്ങളോട്, വളരെ ആത്മാവിനെ അവർ നശിപ്പിക്കും. സ്വയം ആത്മാവിനെ ആത്മഹത്യ ചെയ്തുകൊണ്ട് അവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഒട്ടും നിവൃത്തിയില്ലാതെ പലവിധമായ പ്രശ്നങ്ങൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, കടബാധ്യതകൾ, ആരോഗ്യം ക്ഷീണിതർ, രോഗബാധിതർ, സുഖമില്ലാത്തവർ, അവർക്ക് ഒട്ടും ജീവിക്കുവാൻ കഴിയാതെ ഈ ലോകത്തിൽ എത്രയോ ജീവിതങ്ങളുണ്ട്. എന്നാൽ ഒരു കൂട്ടം ജീവിതങ്ങൾ അങ്ങനെ അടിച്ചുപൊളി ജീവിക്കുന്ന ആഡംബര സൗകര്യത്തോടുകൂടി തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ മരിക്കുമല്ലോ എന്നുള്ള ഒരു കൂട്ടം ജീവരാശികളുണ്ട്. അവർക്ക് സമാധാനം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവർക്ക് നാശമെന്ന് ഭവിക്കുമെന്ന് തെസ്സലോനിക്കർക്ക് ലേഖനത്തിലുണ്ട്. നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം തോന്നുന്നുണ്ട്, വായിക്കാം. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ ഇതിൻ്റെ സ്തോത്രമേശുവേ, 2-ാം ലേഖനം, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം, 2 തെസ്സലോനിക്കർ. യേശുവേ സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ മഹത്വം, യേശുവിൻ്റെ നാമത്തിൽ മഹത്വം കർത്താവേ. കിട്ടി. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 3-ാമത്തെ തിരുവചനം, അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുമ്പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും. അവർക്ക് തെറ്റിയൊഴിയാവതുമല്ല. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല, നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളും ആകുന്നു. നാം രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമായിരിക്കുക. ശേഷമുള്ളവർ എങ്ങനെയായിരിക്കുന്നത്? ഉറങ്ങിക്കൊണ്ട്. അവർക്ക് നിർഭയമെന്നും സമാധാനമെന്നും പറയുമ്പോൾ പെട്ടെന്ന് അവർ ഗർഭിണിക്ക് പ്രസവവേദന വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് നാശം അനുഭവിക്കും. ഇതറിയാതെ ഒരു കൂട്ടം ജനം ലോകമോഹങ്ങളിലും ഇമ്പങ്ങളിലും നാളെ എന്താ സംഭവിക്കും, നാളെ ആണ് ഒരു ചിന്ത ഇല്ലാതെ അവർ തൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ച് തിന്നുകുടിച്ച് പൊഴച്ച് ജീവിച്ച് ഒരു കുടുംബത്തെക്കുറിച്ചോ പൈതങ്ങളെക്കുറിച്ചോ മാതാപിതാക്കളെക്കുറിച്ചോ കൂട്ട് സഹപാഠികളെക്കുറിച്ചോ ഉത്തരവാദിത്തമില്ലാതെ അവർക്ക് തന്നിഷ്ടപ്രകാരം എല്ലാം സ്വാർത്ഥന്മാർ, അന്ത്യകാലത്ത് സ്വസ്നേഹികൾ, വമ്പ് പറയുന്നവർ, ഏസനിക്കാർ, അതും ഉണ്ട്. അത് ഉണ്ട്. അവരെങ്ങനെ വരും? തിമോഥെയോസിലെ സഹോദരന്മാരെ, യേശുവേ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. തിമോഥെയ്ക്ക് എഴുതിയ ലേഖനമായിരിക്കും തോന്നുന്നുണ്ടല്ലേ. യേശുവിൻ്റെ രക്തത്താൽ ജയം, യേശുവിൻ്റെ രക്തത്താൽ ജയം, ജയം, ജയം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു വ്യത്യാസം. യേശുവിൻ്റെ നാമത്തിൽ ജയം, യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ. 2 തിമോഥെയോസ്
കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൻ്റെ ആരംഭവാക്യം മുതൽ, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിക. അന്ത്യകാലത്ത് ഇതുപോലെ സ്വഭാവമുള്ളവർ മനുഷ്യവർഗത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരു വിശ്വസ്ത മനുഷ്യനെ ഒരുത്തരെ പോലും നമുക്ക് കാണുവാൻ കഴിയത്തില്ല. ഇന്നെല്ലാവരും മായം കലർത്തിക്കൊണ്ട് ദൈവരാജ്യത്തെ അപമാനിച്ചുകൊണ്ട് ഒരു കൂട്ടച്ചനം. ഇത് വേറെ കൂട്ടം. ഇത് സ്വയം ദൈവമക്കളെന്ന് അവകാശം പറഞ്ഞുകൊണ്ട് എല്ലാവരും ദൈവപ്രിയരില്ലാതെ എല്ലാവരും ഭോഗപ്രിയരായിട്ട് എങ്ങനെയെങ്കിലും അവിടെ കൊണ്ട് എത്തും സ്വർഗരാജ്യത്തിൽ. എങ്ങനെയെങ്കിലും യേശുവിനോട് കൂടി എത്തും. ആ യേശുവിന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുക, സ്വർഗത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. ദൈവം എപ്പോൾ വരും പൊക്കിക്കൊണ്ട് പോകും, വിളിക്കുമെന്ന്. നമ്മളൊരു കൂട്ടജനം എല്ലാം ദ്രവ്യാഗ്രഹികൾ, പണം, പൈസ, അതുമാത്രം മതി. ആൾക്കാരുടെ ദൈവജനത്തിൻ്റെ ആത്മാവിൻ്റെ വില അറിയത്തില്ല. ഒരു ആത്മാവെ നേടണമെങ്കിൽ പൗലോസ് എന്തെല്ലാം സഹിച്ചു, പലവട്ടം പട്ടിണി. അത് വായിക്കാം. അതെവിടെ എഴുതിയിരിക്കുന്നത്? യേശുവേ തരണമേ, കൃപ തരണമേ. യേശുവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. നന്ദി ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം, അങ്ങയുടെ കരുതലിനായി സ്തോത്രം. അങ്ങയുടെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം സൗഖ്യം. ഹല്ലേലൂയ. കൃപ 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 കൃപ. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ തോന്നുന്നുണ്ട്. ഞാൻ രാവിലെയൊക്കെ വായിച്ചതാണ്. ആ വചനങ്ങളൊക്കെ വായിച്ചു ധ്യാനിച്ചു കൊണ്ട് നിന്ന് സ്തോത്രം. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 23 മുതൽ വായിക്കാം. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരോ ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു. എങ്ങനെ ആത്മാക്കളെ നേടേണ്ടത് പൗലോസ് പറയുന്നു. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദന്മാരാൽ ഞാൻ ഒന്നുകുറയെ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോളിനാൽ അടികൊണ്ടു, ഒരിക്കൽ കല്ലേറുകൊണ്ട്, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാപകൽ വെള്ളത്തിൽ കളിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, വൈദാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ
ഭവിച്ചതുകൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ട്. പൗലോസ് കണ്ടില്ലേ എന്തെല്ലാം സഹിച്ച ആത്മാക്കളെ നേടേണ്ടതിന്. ഇനി ഇതുപോലെ ഒരു ദൈവദാസന്മാരെ ദൈവദാസന് കുറ്റം വിധിക്കാനല്ല, ദൈവദാസന്മാരെ പ്രത്യേകിച്ച് പറയുമ്പോൾ അങ്ങനെ നല്ല ദൈവദാസന്മാരും നമ്മളത് മോശക്കാരാക്കാൻ പാടില്ല. ദൈവജനം ഇതുപോലെ ഒരാത്മാവിനെ നേടേണ്ടതിന് വിട്ടുകൊടുക്കുമോ? തൻ്റെ തൻ്റെ സുഖസൗകര്യങ്ങളെ, തൻ്റെ എല്ലാ ബലം ശക്തി എല്ലാം വിട്ടുകൊടുക്കുമോ? അതുപോലെ തന്നെ 2 കൊരിന്ത്യർക്ക് എഴുതിയ 6-ാം അധ്യായത്തിൻ്റെ 3 മുതൽ വായിക്കാം. ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഞങ്ങൾ ഒന്നിലും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു. ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ടു, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കിളപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചും കൊണ്ട് അപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചും ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നർ ആക്കുന്നവർ, ഒന്നും ഇല്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. കണ്ടില്ലേ ഒരു ശുശ്രൂഷകൻ എങ്ങനെ അവൻ്റെ ക്വാളിറ്റി, ഇതാണ് പൗലോസ് പഠിപ്പിക്കുന്നത്. അവനെങ്ങനെ ആയിരിക്കുന്നു? എല്ലാത്തിലും പെർഫെക്റ്റ്. എന്ത് വന്നാലും, ഏത് സങ്കടം വന്നാലും, ഏത് നിന്ദ വന്നാലും, ഏത് അപമാനം വന്നാലും, എന്തെല്ലാം നഷ്ടം വന്നാലും അതെല്ലാം പൊറുക്കുകയും ക്ഷമിക്കുകയും പൗലോസ് തനിക്കുള്ള എല്ലാ അറിവുകളും സമ്പത്തുകളും തനിക്കുള്ള എല്ലാ ഗൗരവവും തനിക്കുള്ള എല്ലാ ശ്രേഷ്ഠതയും ചപ്പെന്നും ചവരെന്നും ഛേദമെന്നും എണ്ണി ഈ വേളയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടു. അതുകൊണ്ട് അവൻ പൗലോസ് അപ്പോസ്തലൻ 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ടു. അവിടെ മനുഷ്യരുടെ ഭാഷയല്ല, ദൂതന്മാരുടെ ഭാഷയാണ് പൗലോസ് കേട്ടത്. അതുപോലെ നമുക്ക് ആയിത്തീരാൻ കഴിയുമോ? അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പൗലോസ് ഇപ്പോൾ ആത്മാവിനെ നേടേണ്ടതിന് നാം എന്തെല്ലാം കഷ്ടം സഹിക്കേണ്ടതാകുന്നു. നാം കാട്ടുപോത്തിൻ്റെ തുല്യരായിരുന്നിട്ടും ഒരു വേളയ്ക്കും ഉതകാത്ത രീതിയിൽ നമ്മുടെ ജീവിതം കഴിഞ്ഞു പോയെങ്കിൽ ഒടുവിൽ നാം എന്ത് ചെയ്യും? ദൈവം സന്ദർശിക്കുമ്പോൾ നാം എന്ത് ചെയ്യും? ദൈവത്തിന് എന്തു പ്രത്യുത്തരം പറയും? ദൈവം ചോദിച്ചാൽ എന്തു പറയും? നാം ദൈവത്തിന് എന്ത് കണക്ക് കൊടുക്കും? ലജ്ജിതരായി തീരാതെ നാം അവൻ്റെ മുമ്പിൽ ഒരു മാന്യം ദൈവത്താൽ എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കാമെന്ന് വിളിച്ച് ദൈവത്തിന് മുമ്പാകെ എൻ്റെ ശുശ്രൂഷകൻ ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകൻ ഇരിക്കുമെന്ന് യോഹന്നാൻ്റെ സുവിശേഷം പറയുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം തോന്നുന്നല്ലേ, വായിക്കാം. കൃപ തരണമേ.
Praise the Lord, praise the Lord, praise the Lord, praise the Lord. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കൽപ്പനകളുടെ യോഹന്നാന്റെ സുവിശേഷം കർത്താവേ നല്ല തിരുവചനം തന്ന് നിങ്ങൾ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹാപരിശുദ്ധനെ സ്നേഹവാനായ ദൈവമേ, കൃപ തരണമേ, കൃപ തരണമേ. പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്വോത്രം 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 സ്വോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വോത്രം സ്വോത്രം. പരിശുദ്ധനെ സ്വോത്രം സ്വോത്രം സ്വോത്രം. പരിശുദ്ധനെ സ്വോത്രം സ്വോത്രം സ്വോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടെടുപ്പുകാരനേതിന് മഹത്വം, 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 മഹത്വം. കിട്ടി. യോഹന്നാന്റെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ 26-ാമത്തെ തിരുവചനം, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. കണ്ടില്ലേ? ദൈവത്തെ ശുശ്രൂഷിക്കുന്നവനെ ദൈവം ശുശ്രൂഷിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നതിന് പിതാവ് മാനിക്കും. പിതാവ് മാനിക്കും. പിതാവ് മാനിച്ചാൽ എങ്ങനെ മാനിക്കും നമ്മളെ? അത് ഹല്ലേലൂയ, മലാക്കിയാൻ തോന്നുന്നുണ്ടല്ലേ? എങ്ങനെ? കർത്താവേ സ്വോത്രം സ്വോത്രം. മലാക്കിൻ്റെ യേശുവിൻ്റെ നാമത്തിൽ സ്വോത്രം സ്വോത്രം. മലാക്കിയുടെ പുസ്തകത്തിൽ ഞാൻ ഉണ്ടാക്കുവാണ് ദിവസത്തെ ദുഷ്ടന്മാരോട് കാണിക്കുന്നു. സ്വോത്രം സ്വോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ക്ഷമിക്കണം, അധികം സമയം വൈകി ഞാൻ ഇങ്ങനെ വചനം എടുക്കുവാനായിട്ട്. മലാക്കി പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ തിരുവചനം, ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് ഒരു നിക്ഷേപമായിരിക്കും എന്നും സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. മാതാപിതാക്കളെ ഒരു പൈതൽ, അവരുടെ കുഞ്ഞ് അവരെ ശുശ്രൂഷിച്ചാൽ അവർ ആ കുഞ്ഞിനെ എങ്ങനെ ആദരിക്കുമോ അതുപോലെയാണ് ദൈവം ആദരിക്കാമെന്ന് വാഗ്ദാനം ഇവിടെ നമുക്ക് ഈ പുസ്തകത്തിൽ വാഗ്ദാനം കുറേ നമുക്ക് തന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വായിച്ച് ഹൃദയത്തിൽ സംഗ്രഹിച്ച് നാം പാപത്തെ വിട്ട് ഓടി
ദൈവവചനത്തിന് വേണ്ടി നാം ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കുമെങ്കിൽ ദൈവം നമ്മെ മാനിച്ച് ഉയർത്തി ദേശത്ത് നമ്മെ മലമേലിരിക്കുന്ന പട്ടണം പോലെ ആക്കും. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വചനധ്യാന ചിന്തയിൽ നിന്ന് വിടകൊള്ളുന്നു. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരെയും കർത്താവ് എല്ലാവരെയും അവിടുത്തെ ചിറകിൻ കീഴിൽ സൂക്ഷിച്ച് കാത്ത് വഴിനടത്തുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നന്ദി. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ നാമത്തിൽ.